യെസ്, സോളിഡ്സ് എന്ന ചാപ്റ്ററിലെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്നുമില്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് ഇക്വേഷൻ അറിയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നോക്ക്, ഇക്വേഷൻ മാത്രം പഠിച്ചാൽ ഈ 5 മാർക്ക് പോക്കറ്റിലാക്കാം. നേരെ നോക്കിയിരുന്നോളൂ. വോളിയം ഓഫ് സ്ഫിയർ എന്ന് ചോദിച്ചാലേ ഒന്നും നോക്കണ്ട, നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവില്ലേ, വോളിയം ഓഫ് സ്ഫിയറിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവില്ലേ, അതാണ് എഴുതി കൊടുക്കുക. എന്താണ് വോളിയം ഓഫ് സ്ഫിയർ കാണാനുള്ള ഇക്വേഷൻ? എന്താണ് വോളിയം ഓഫ് സ്ഫിയർ കാണാനുള്ള ഇക്വേഷൻ? ഇക്വേഷൻ പഠിക്കണം. 4/3 ഇൻറ്റു ഒന്ന് പറഞ്ഞ 4/3 ഇൻറ്റു പൈ ആർ ക്യൂബ്. റേഡിയസ് ഇവിടെ തന്നിട്ടുണ്ട്, ആ സ്ഥലത്ത് റേഡിയസിന് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഇവിടെ നോക്ക്, 4/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 10 ഇൻറ്റു 10 ഇൻറ്റു 10. അതെന്താ 3 പ്രാവശ്യം 10 എഴുതിയത്? ക്യൂബ് ആയതുകൊണ്ട്. സോ 10 ഇൻറ്റു 10 100, 100 ഇൻറ്റു 10 1000, 1000 ഇൻറ്റു 4 4000. മനസ്സിലായോ? 4000 π/3. ഇത്രേ ഉള്ളൂ. ഒന്നുകൂടി പറഞ്ഞു തരണോ? 10 ഇൻറ്റു 10 100, 100 ഇൻറ്റു 10 1000, 1000 ഇൻറ്റു 4 4000. ഒരു പൈ ഉണ്ട്, അത് അതുപോലെ എഴുതുക. ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അടുത്തതാണ് വോളിയം ഓഫ് കോണ്. വോളിയം ഓഫ് കോണും ഇതേപോലെ ഇക്വേഷൻ ഡയറക്റ്റ് കൊടുത്താൽ കിട്ടും. എന്താണ് വോളിയം ഓഫ് കോണ് കാണാനുള്ള ഇക്വേഷൻ? ഓർമ്മ ഉണ്ടോ? എന്താണ് വോളിയം ഓഫ് കോണ് കാണാനുള്ള ഇക്വേഷൻ? യെസ്, ഗുഡ്. 1/3 ഇൻറ്റു പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. പൈ ഇൻറ്റു ആർ സ്ക്വയർ നിലോടത്ത് എന്താ കൊടുക്കണ്ടത്? ആർ സ്ക്വയർ നിലോടത്ത് എന്താ കൊടുക്കണ്ടത്? 4 സ്ക്വയർ ഇൻറ്റു എച്ച് നിലോടത്ത് എന്ത് കൊടുക്കുക? 5 എന്ന് കൊടുക്കുക. സോ മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ കിട്ടും. 5 ഇൻറ്റു 4 20, 20 ഇൻറ്റു 4 എത്രയാണ്? 80 π/3. സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നേരെ നോക്കിയിരുന്നോളൂ. മെൽറ്റഡ് റീകാസ്റ്റഡിന്റെ ക്വസ്റ്റ്യൻ ആണ്. വെരി 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 ഇമ്പോർട്ടന്റ് ആണ് മെൽറ്റഡ് റീകാസ്റ്റഡിന്റെ ക്വസ്റ്റ്യൻ. മക്കളെ, ഹൗ മെനി കോൺസ് ഓഫ് ബേസ് റേഡിയസ് 4 cm ആൻഡ് ഹൈറ്റ് 10 cm ക്യാൻ ബി ഫോംഡ് മെൽറ്റിംഗ് സോളിഡ് മെറ്റൽ ഓഫ് സ്ഫിയർ വിത്ത് റേഡിയസ് 10 cm? നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് മെൽറ്റ് ചെയ്യുന്നത്, എന്താണ് ഉണ്ടാക്കുന്നത്. എന്തതിൽ മെൽറ്റ് ചെയ്യുന്നത്? സ്ഫിയർ ആണ് മെൽറ്റ് ചെയ്യുന്നത്. സോ എന്താണോ മെൽറ്റ് ചെയ്യുന്നത് അതിന്റെ വോളിയം മുകളിൽ എഴുതുക. വോളിയം ഓഫ് സ്ഫിയർ. എന്താണോ മെൽറ്റ് ചെയ്യുന്നത് അതിന്റെ വോളിയം മുകളിൽ എഴുതുക. സിമ്പിൾ അല്ലേ? എന്താണോ മെയ്ക്ക് ചെയ്യുന്നത് അതിന്റെ വോളിയം താഴെ എഴുതുക. വോളിയം ഓഫ് കോണ്. വോളിയം ഓഫ് കോണ്. ഇനി സാധാരണ ഞാൻ നിങ്ങളോട് പറയാറ് ഈ സ്റ്റെപ്പ് എഴുതിക്കോളാനാ പറയാറ്. ഈ സ്റ്റെപ്പ് എടുത്തിട്ട് ഇവിടെ എഴുതാനാ പറയാറ് അല്ലെ? ഈ സ്റ്റെപ്പ് എടുത്തിട്ട് നിങ്ങളോട് ഇവിടെ എഴുതാനാണ് പറയാറ്, ഇവിടെ താഴെയും അല്ലെ? പക്ഷെ ഇതിലങ്ങനെ ആവശ്യമില്ല. അത് അത്രയും സിമ്പിൾ ആയിട്ടുള്ള 2 സംഭവങ്ങളായതുകൊണ്ട് ഡയറക്റ്റ് കൊടുത്താലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഡയറക്റ്റ് ഒന്ന് കൊടുത്ത് കാണിച്ചു തരാം. വോളിയം ഓഫ് സ്ഫിയർ എന്നുള്ളടത്ത് എന്ത് കൊടുക്കുക? 4000 π/3 എന്ന് കൊടുത്തു. ജസ്റ്റ് ഒന്ന് നോക്ക്. അതേപോലെ തന്നെ വോളിയം ഓഫ് കോൺ എന്നുള്ളടത്ത് എന്താ കൊടുക്കണ്ടത്? നിങ്ങൾ ഇതേപോലെ ഒന്ന് പറഞ്ഞ വോളിയം ഓഫ് കോൺ എന്നുള്ളടത്ത് എന്താ കൊടുക്കണ്ടത്? പറയടാ. 80 π/3. 3യും 3യും കട്ട് ചെയ്യുക. ഒന്ന് കട്ട് ചെയ്ത് നോക്ക്. 3യും 3യും കട്ട് ചെയ്തു. ഇനി ഏതാ കട്ട് ചെയ്യാൻ പറ്റുക? പയ്യും കട്ട് ചെയ്തു. 0യും 0യും കട്ട് ചെയ്തു. 400/8. 400/8. 40നെ 8 ഡിവൈഡ് ചെയ്ത് എത്ര? 40നെ 8 ഡിവൈഡ് ചെയ്ത ആൻസർ എത്ര? 5. ഇവിടെ ഒരു 0 ഉണ്ട്. 50. കണ്ടോ? സിമ്പിൾ ആണ്. മെൽറ്റഡ് റീകാസ്റ്റഡ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇങ്ങനത്തെ ഇതിനേക്കാൾ വൃത്തികെട്ട സാധനങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഈ സ്റ്റെപ്പുകളാണ് എടുത്ത് എഴുതേണ്ടത്. എന്നാൽ കട്ട് ചെയ്യുക ഈസി ആയിട്ട്. അങ്ങനെയും കട്ട് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അങ്ങനത്തെ പറഞ്ഞു തന്നിരുന്നു. ഓക്കെ, വേഗം അടുത്ത ആൾക്കൊന്ന് പറഞ്ഞു കൊടുക്ക്.